Iva. Hi. Hi. Wow. ഇതല്ല. Wow. Birthday to you. Happy birthday dear. Hi friends, birthday തുടങ്ങിക്കഴിഞ്ഞു. അതായത് ഡേ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ കേട്ടോ. ഒരു 12:30 കഴിഞ്ഞാണ്. ഇവിടെ ഞാൻ അച്ചാറിട്ടുകൊണ്ടിരിക്കുകയാണ്. നൈറ്റ് 12:30 കേട്ടോ. മോദ ഫിഷാണ് കേട്ടോ, ഫ്രൈ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ മോദ ഫിഷിൻ്റെ അച്ചാറാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ ബർത്ത്ഡേ ആയിട്ട് എൻ്റെ ഫസ്റ്റ് പ്രിപ്പറേഷൻ ഫിഷ് അച്ചാറാണ്. അതിവിടെ റെഡിയായി ഇരിപ്പുണ്ട്. എന്ത് പരിവാകുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈമാണ് ഞാൻ ഫിഷ് അച്ചാർ ഇടുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഫിഷൊക്കെ മുഴുക്കിന് നിന്ന്, അതായത് പീസ് ആക്കുന്നതിന് മുമ്പേ അങ്ങ് ഫ്രൈ ചെയ്ത്, എന്നിട്ടാണ് ഞാൻ പീസൊക്കെ ആക്കി വെച്ചത്. ഇതൊക്കെ എത്ര നാൾ ഇരിക്കുമെന്നോ ഒന്നും അറിയത്തില്ല. എന്തായാലും ഇവിടെ ഒരുപാട് നാളൊന്നും ഇരിക്കത്തില്ല. ഇവിടെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ തീരുന്നതായിരിക്കും. അതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ ലഞ്ച് തൊട്ടാണ് കേട്ടോ വീഡിയോ എടുത്തതെല്ലാം ഞാൻ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ലഞ്ച് സ്പെഷ്യൽ ബീഫ് ബിരിയാണി. പിള്ളേരെ സെറ്റിനെല്ലാം കൊടുത്തു കഴിഞ്ഞു കേട്ടോ. എന്നിട്ടാണ് ഞാൻ കഴിക്കാനിരുന്നത്. അപ്പോൾ എൻ്റെ ഈ ബർത്ത്ഡേക്ക് ഇച്ച ഫസ്റ്റ് വാങ്ങി തരുന്നത് ബിരിയാണിയാണ്. ഇന്ന് ഉച്ചക്കത്തേക്കുള്ള കുക്കിംഗ് എല്ലാം ഫ്രീ ആയിരുന്നു കേട്ടോ. കിച്ചണെല്ലാം ക്ലോസ് ആയിരുന്നു. അപ്പോൾ ഒന്നും ചെയ്യേണ്ട, ഉച്ചക്കത്തേക്ക് ബിരിയാണി വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ബിരിയാണിയൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് ആദ്യം ഞാൻ കുറച്ച് റൈസ് ഇട്ടു. ശേഷം ഞാൻ 2 നല്ല പീസ് നോക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം പീസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ വൈറ്റ് റൈസ് സൈഡ് മാറ്റി വയ്ക്കുകയാണ്. അതായത് ഇത് ഉച്ചക്കത്തേക്ക് മാത്രമല്ലെന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കേട്ടോ. ഇത് വൈകിട്ടത്തേക്കുള്ള ഞങ്ങൾക്കുള്ള ഫുഡ് കൂടെ ഉണ്ട്. പിള്ളേർ എരിവൊന്നും വലുതായിട്ട് കഴിക്കത്തില്ല കേട്ടോ. അപ്പോൾ എരിവ് പിറളാത്തേക്ക് ഞാൻ മാറ്റി വെച്ചിട്ട് എരിവുള്ളത് നോക്കി, അതായത് മസാലാസ് കൂടുതലുള്ളത് നോക്കി ഞാൻ കുറച്ച് കോരി എടുത്ത് എനിക്ക് വേണ്ടിയിട്ട്. ബാലൻസ് ഞാൻ അതിൽ തന്നെ മടക്കി വെച്ചു. കഴിക്കാൻ തുടങ്ങാൻ പോവുകയാണ്. പിള്ളേർ സെറ്റ് ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ വമ്പൻ കളി നടത്തുവാണ് കേട്ടോ. ഇച്ച അതിൻ്റെ കൂടി ഇരിപ്പുണ്ട്. അതായത് ഇച്ചയ്ക്ക് അത്യാവശ്യമായിട്ട് വേറെ എടുത്തുവരെ പോകണമായിരുന്നു. അതുകൊണ്ട് ഇച്ചയുടെ ഫുഡ് കഴിപ്പോൾ നേരത്തെ കഴിഞ്ഞു. പിന്നെ പിള്ളേർക്കാണെങ്കിൽ വിശപ്പ് പോയി. അതുകൊണ്ട് പിന്നെ അവർ കൂടെ കൊടുത്തിട്ടാവാൻ കഴിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ എൻ്റെ മനസ്സിൽ എല്ലാവരോടും ഒരുമിച്ചിരുന്ന് കഴിക്കണമെന്നൊക്കെ ആയിരുന്നു. ഇറ്റ്സ് ഓക്കെ, ഞാനത് നൈറ്റ് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. നൈറ്റ് എല്ലാവരോടും ഒരുമിച്ചിരുന്നൊക്കെയാണ് കഴിച്ചത്. പക്ഷെ ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാര്യം കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ടായിരുന്നു. അപ്പോൾ പിന്നെ ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല. കേക്ക് കട്ടിയെന്ന് ഇതിൻ്റെ കൂടെ കിട്ടിയ നാരങ്ങാച്ചാർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നുള്ള എന്തോന്ന് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയ തൈര് പോലെ ഇരിക്കുന്നത്. എനിക്ക് എന്തോ അത് ഇഷ്ടപ്പെട്ടില്ല, ഞാനത് എടുത്തില്ല. പിന്നെ സാലഡോ പപ്പടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ബിരിയാണി സൂപ്പറായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ബിരിയാണി കഴിച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര ക്ഷീണം. ആദ്യം ഞാൻ കരുതി എനിക്ക് മാത്രമേ ഉള്ളെന്ന്. കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എന്തോ വല്ലാത്ത ക്ഷീണം പോലെ. അപ്പോൾ ഇച്ച പറഞ്ഞു ഇച്ചായ്ക്കും ഉണ്ടെന്ന്. അപ്പം ഞങ്ങൾ ചെന്നാൽ പിന്നെ ബിരിയാണിക്ക് കഴിച്ചില്ല, അതിൻ്റെ ക്ഷീണം. അങ്ങനെ ഈവനിങ് ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ എല്ലാവരും കൂടെ പള്ളിയിലോട്ട് പോയി കേട്ടോ. അമ്മ കൈ പിടിക്കാം. Iva. Hi. Bye. Bye. My camera is like my mobile. അങ്ങനെ ഇവാനിയ മോളെയും ഇഷാനി മോളെയും ഇവ മോളെയും ബാക്കിൽ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിരുത്തി സെറ്റാക്കിയിട്ടുണ്ട്. എല്ലാരും ബായ് പറഞ്ഞേ. ബായ് പറ. ബായ് ഒരു ബായ് പറയാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പള്ളിയിലോട്ട് യാത്ര തിരിച്ചു. ഈവനിങ് ടൈം ആയിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ. മാത്രമല്ല ഇപ്പൊ ചൂടില്ല, തണുപ്പ് കാലം തുടങ്ങിയോണ്ട് അതിൻ്റെതായ ഒരു. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി, വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നടക്കുവാണ് പള്ളിയിലോട്ട്. ഓക്കെ സെന്റ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് ചർച്ച്. യുഎയുടെ ഫ്ലാഗ് ഡേയുടെ ഫ്ലാഗും ഉണ്ട്. ക്രിസ്മസിന്റെ സാധാ വലിയ സ്റ്റാർ ഇട്ട്. അത് ഉണ്ട്. നമുക്ക് രാത്രി ഒരു ദിവസം എന്തായാലും വരുമല്ലോ. ഇട്ടിട്ടും വലിയ ഇതൊന്നും കാണത്തില്ല. ഇട്ടാലും ഇതാണ് നമ്മൾ വരുന്ന ചർച്ച്. സ്മോൾ ഡോർ ഗേറ്റ്.
ഗണപതിയൊക്കെ ഉണ്ടല്ലോ ഇപ്പോഴേ കാലിപ്പട്ടിയായിരിക്കും. വാവ്, അന്ന് വന്നപ്പോൾ ഇതിലും വേറെ ഒരു വെറൈറ്റി ആയിരുന്നു കഴിഞ്ഞ വർഷം. ഡിസംബർ അല്ലേ, അപ്പം ക്രിസ്മസ് ട്രീ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടേ മോളെ ട്രീ ചേച്ചിമാരോടെ പോയി നോക്കി, ട്രീ നോക്ക്, ഗിഫ്റ്റ് ഉണ്ടോ? ഗിഫ്റ്റ് എൻ്റെ ബർത്ത്ഡേക്കുള്ള ഗിഫ്റ്റാ. എല്ലാം എടുത്ത് പൊട്ടിച്ച് നോക്കട്ടെ, എനിക്കുള്ളതെല്ലാം. ലച്ചു ആൻഡ് വിനീത്, ജെയ്സൺ ആൻഡ് പ്രീതി. കൊള്ളാലോ, മാർക്ക് എടുത്തിട്ട് വന്നെങ്കിൽ ഈ ടൈമിൽ ഇവിടെ കുർബാന ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ മാതാവുണ്ട്. നോർമലി ഞങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ വന്ന് കൊന്ത പിടിച്ചിട്ട് പോകാറാണ് പതിവ്. ഈ വെട്ടവും പതിവ് തെറ്റിക്കാതെ കൊന്തയൊക്കെ പഠിച്ച് കുറച്ച് ടൈമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് പോയത്. ചേച്ചിമാർ മുട്ടുകുത്തിരിക്കുന്നുണ്ട്, അപ്പം കൊച്ചിന് ഒരു ആഗ്രഹം. ഇത് കുറച്ച് സമയത്തേക്കേ ഉള്ളൂ കേട്ടോ, പിന്നെ വരെ പതിവ് പരിപാടി തുടങ്ങും. അവിടെ ക്യാൻഡിൽസ് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമ്മളവിടെ കോയിൻ ഒക്കെ ഇട്ടിട്ടാണ് ക്യാൻഡിൽസ് എടുക്കുന്നത്. അപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമാണ് അവിടെ കോയിൻ ഇട്ട് ക്യാൻഡിൽ എടുക്കുക എന്നുള്ളത്. വൈകുന്നേരം ആണെങ്കിൽ ഞങ്ങൾ കുറച്ച് നേരത്തെയാണ് വന്നത് കേട്ടോ. കുറച്ച് സമയം കഴിയുമ്പോൾ ആൾക്കാരൊക്കെ വരും. 1 2 ശരിക്കും പറഞ്ഞാൽ റൂമിൽ നിന്ന് ഇതുകൊണ്ടൊക്കെ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോഴാണ് കേട്ടോ ക്രിസ്മസ് മാസമാണെന്നും എല്ലാം ഓർക്കുന്നത്. വീട്ടിലൊക്കെ ആയിരിക്കുകയാണെങ്കിൽ ഈ സമയത്ത് എല്ലാ വീടുകളിലും സ്റ്റാർ വിട്ട് ഫുള്ള് ലൈറ്റ് സെറ്റിങ്സും ഒക്കെ അല്ലേ. കേൾക്കായോ? അപ്പാപ്പനും അമ്മയും വീട്. അത് കഴിഞ്ഞ് ഞങ്ങൾ വന്നത് ലുലു ലോട്ടിലോട്ടാണ് കേട്ടോ. ഇത് ഇച്ചാടെ ബർത്ത്ഡേ ഗിഫ്റ്റാണ്. ഒരു ടോപ്പ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം 2 എടുത്ത് കൈ വെച്ചിട്ടുണ്ട്. ഏതാണെന്ന് വെച്ചാൽ ട്രൈ ചെയ്തിട്ട് സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇടയ്ക്കൊരു ദിവസം എവരുടെ പോയിരുന്നു ഞങ്ങൾ. അപ്പം ജീൻസിൻ്റെ ടോപ്പൊന്നും എനിക്ക് കണ്ടിട്ട് എന്തോ അത്ര അങ്ങോട്ട് ബോധിച്ചില്ല. അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യം ഒരു കുർത്തി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ വന്നിട്ട് ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ കുർത്തി എടുക്കുന്നത്. അതെന്തോ അത് ഭീകരത്തിയോ? ലൂസ് കിടന്നോട്ട് ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടപ്പോ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. റയറായിട്ട് ഉള്ളത് എനിക്ക് കളറില്ല. തിളങ്ങുന്നത് അടിപൊളി. ആ തിളക്കം ഇതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഷേപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഭയങ്കര ലൂസ്, കുഴപ്പമില്ലല്ലോ. ഇങ്ങനെ ഇടാലിയോ? ലൂസാണ്. അങ്ങനെ ഫൈനലി ഞാൻ ഇതാണ് കേട്ടോ സെലക്ട് ചെയ്തത്. നിങ്ങൾക്കിത് കണ്ടപ്പോൾ ഏതാണ് എനിക്ക് ചേർന്നതായിട്ട് തോന്നിയത്? ബ്ലൂ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, എന്നാലും എനിക്ക് ഈ കളർ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു നന്നായിട്ട്. മാത്രമല്ല എനിക്ക് ഈ കളറിൽ വേറെ ഡ്രസ്സൊന്നും ഇല്ല. ഒരു ലോട്ടിലെ ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ ഇത്. ഇതോ ഏത്? പിന്നെ ഇതുപോലുള്ള മാളുകളിൽ ചെന്നാലും നമുക്ക് ക്രിസ്മസ് ആയ ഒരു ഫീല് വരും കേട്ടോ. എല്ലായിടത്തും ക്രിസ്മസ് ട്രീ ഉണ്ട്. ഇതിൻ്റെ കൂടെ എനിക്ക് കമ്മലും മാലയും വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു ഇച്ചാട്ടോ. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ആക്ച്വലി. ഞാനത് പിന്നെ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ബില്ലൊക്കെ ക്ലോസ് ചെയ്ത് ഇറങ്ങുവാണ്. നേരെ ഇനി നമ്മൾ വീട്ടിലോട്ട് പോവാം. അങ്ങനെ ഞങ്ങൾ വന്ന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കേട്ടോ. പക്ഷെ വീട്ടിലോട്ട് പോയില്ല, നേരെ നമ്മുടെ തൊട്ടടുത്ത ലുലുവിലോട്ട് കയറി. ക്രിസ്മസ് ബർത്ത്ഡേ ആയതുകൊണ്ട് ക്രിസ്മസ് ട്രീ ആയതുകൊണ്ട് ഹൽവ കളക്ഷൻ. എന്നെക്കാളും മുമ്പേ കേക്ക് സെലക്ട് ചെയ്യാൻ 2 പേര് പോയി നിൽക്കുന്നുണ്ട്. ഇവിടെ ലുലുവിൽ ഇതേ കേക്ക് വെച്ച് വരെ ഡെക്കറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ക്രിസ്മസിന്. കേക്കിൻ്റെയൊക്കെ മുകളിലായിട്ടൊരു ക്രിസ്മസ് ട്രീ. അങ്ങനെ ഞങ്ങൾ ഫൈനലി ഒരു ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൽ പിന്നെ വിഷിംഗ് ഒക്കെ എഴുതാനായിട്ട് കൊടുത്തു. അത് കിട്ടി. ഞങ്ങൾ അങ്ങനെ നേരെ റൂമിലോട്ട് പോയി. ഇച്ച ഗിഫ്റ്റ് ചെയ്ത ടോപ്പും മാലയും കമ്മലും ഒക്കെ ഇട്ട് ഞാൻ കേക്ക് കട്ട് ചെയ്യാൻ വന്നു. ഇനി മമ്മിക്ക് ഒരു പാട്ട് പാടിയേ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി
Happy birthday, dear mummy. Happy birthday to you. May God bless you. May God bless you. Happy birthday, happy birthday, happy birthday to you. ആർക്കാണെന്നുള്ള കൺഫ്യൂഷൻ വേണ്ടി വന്നില്ല, അപ്പോഴേ വായിങ്ങെത്തി. എല്ലാം കഴിഞ്ഞ് എന്റെ ബർത്ത്ഡേ ആരെങ്കിലും എന്നെ വായോടെ ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. മമ്മിയുടെ വായി വെച്ചാണ്. ഒരു മിനിറ്റ്. ആന്റിയുടെ വായി വെച്ചു കൊടുക്കണേ. ആന്റിയുടെ വായി വെച്ചു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. ഡോണ്ടു വേണ്ട വേണ്ട വേണ്ട. കൈപറ്റും കൈപറ്റും കയ്യിൽ പറ്റും. എല്ലാ കുട്ടിപ്പട്ടാളങ്ങളെ ഇറക്കട്ടെ. പറ്റും. അങ്ങനെ 3 പേർക്കും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കേക്ക് കട്ട് ചെയ്ത് കൊടുത്തു. ഇത് കണ്ടോ, ഇതെനിക്ക് രാവിലെ കിട്ടിയ ഒരു ഗിഫ്റ്റാണ് കേട്ടോ. ഇച്ചാ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ കൊണ്ടുവന്നതാണ്. നമ്മുടെ അനീഷേട്ടൻ കൊടുത്തു വിട്ട ഗിഫ്റ്റാണിത്. അപ്പോഴത് ഞാൻ ഓപ്പൺ ചെയ്തില്ലായിരുന്നു. ഈവനിങ് കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ. ഫെറാറിയാണേ, ഫെറാറിയാന്ന് പറഞ്ഞ് വലിച്ചിളക്കാൻ കാര്യം. എന്റെ ഫോട്ടോ ഫ്രെയിം ഉണ്ട്. പണിഞ്ഞു മാറ്റിയത് സ്ക്രൂ ഒക്കെ ഉണ്ട് കേട്ടോ. ഇതാ എനിക്ക് സ്റ്റാറ്റസ് ഇട്ടിരുന്നേന്ന്. ഇത് കിടുക്കാച്ചി കേട്ടോ, ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട്. കേക്ക് ആ മിഠായി ഉണ്ട്. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഗിഫ്റ്റ് എന്ന് വെച്ചാൽ എന്റെ ഫോട്ടോ ഫ്രെയിം ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞ വർഷം സ്നേഹാവില്ലയോ, ആ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കണ്ട അപ്പായി മമ്മിക്ക് ആദ്യമായിട്ട് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ചോക്ലേറ്റ് മിഠായി ഇതായിരുന്നു, ഫെറാറി. താങ്ക് യു അനീഷേട്ടാ. അനീഷേട്ടാ തന്ന ഈ ഗിഫ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. താങ്ക് യു സോ മച്ച്. കുർത്തി പർച്ചേസ് ചെയ്ത സമയത്ത് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ ആ മാലയും കമ്മലും ഇതാണ് കേട്ടോ. ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ്. അതെനിക്ക് ഈ ബർത്ത്ഡേക്ക് ഇച്ച സാധിച്ചു തന്നു. താങ്ക് യു ഇച്ച, താങ്ക് യു സോ മച്ച്. ഇതിന് മാത്രമല്ല കേട്ടോ എൻ്റെ ഡേ ഇത്രയും സ്പെഷ്യൽ ആക്കി തന്നേന്. പിന്നെ December 4th കറക്റ്റ് 12 AM അടിച്ചപ്പോൾ തന്നെ വിഷ് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഈവൻ ലൈവിലായിക്കോട്ടെ, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, അങ്ങനെ ഒരുപാട് അടുത്ത് വിശ്വസ് അറിയിച്ച ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും നന്ദിയും സ്നേഹവും.